അയ്യോ, ബേസിക്കലി മറ്റോടത്ത് ടേബിളും ചെയറും വെച്ചിരിക്കാനുള്ള അത്ര സുഖം ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഒരു വിധത്തിലാണ്, ഇവിടെ ഇരുന്നാ പിന്നെ നീക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, എന്നാലും നമ്മൾ റിയാക്ട് ചെയ്യാൻ പോലെ. അപ്പോൾ അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട്. സാഹചര്യം നമ്മൾ മറ്റേ ലൈവിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പെട്ടെന്ന് വീട് മാറേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത് കാരണം പോഡ്കാസ്റ്റ് സെറ്റപ്പൊക്കെ പോയി. അപ്പോൾ സെറ്റപ്പ് മറ്റൊരു രീതിയിൽ സെറ്റാക്കാൻ കുറച്ച് സമയമെടുത്ത്. അപ്പോൾ വീണ്ടും അൺമാസ്കിങ് എത്തിയസ്റ്റിൻ്റെ അന്ന് എഴുതി വെച്ചതായിരുന്നു, അന്ന് കൊടുക്കാൻ വെച്ചതായിരുന്നു. അന്ന് ഈ വീട് മാറിയത് കാരണം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇവർ 3 മാസമായി ഈ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് നമ്മളൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മറുപടി പോലെയല്ല ഈ വീഡിയോ ഉണ്ടായിരുന്നു. അതിന് മറുപടിയാണ് ഈ വീഡിയോ. അത് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഫസ്റ്റ് പാർട്ട് ഇവർ ചെയ്തത് ജനറലി പ്രോബ്ലം ഓഫ് ഫ്യൂവൽ എന്നുള്ള ഒരു വിഷയത്തിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ അതിനുള്ള റിപ്ലൈ, അതിൽ നമ്മുടെ കുറേ ഒബ്ജെക്ഷൻസ്, 1-2 ഒബ്ജെക്ഷൻസ് അവർ അഡ്രസ്സ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഒബ്ജെക്ഷൻസ് അഡ്രസ്സ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതിന് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടില്ല. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, നിങ്ങളൊന്നല്ല ഉദ്ദേശിച്ചത്, ഞങ്ങൾ ജനറലി പറഞ്ഞതാണ്. പക്ഷേ ഈ റിപ്ലൈയിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇപ്പോൾ ഈ റിയാക്ഷൻ ചെയ്യുന്ന ഒന്ന് സമ്മതം, ഒന്ന് ഷാനുമാണ്. ഷാനു പറയുന്നുണ്ട് അൺനോൺ എത്തിസ്റ്റ് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കുള്ള റിപ്ലൈ തന്നെയാണ് അനോണിമസ് എത്തിസ്റ്റ്. ഞാൻ പറഞ്ഞത് കാരണം ഇവർക്ക് പേര് പറയാൻ ബുദ്ധിമുട്ടാണല്ലോ, റെക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അനോണിമസ് എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അനോണിമസ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബേസിക്കലി ഞാൻ വീഡിയോ കണ്ട സമയത്ത് അവർ പറഞ്ഞത് അവരെ വീഡിയോ ഫുള്ള് പ്ലേ ചെയ്തിട്ടൊന്നല്ല നമ്മൾ റിയാക്ട് ചെയ്തത്, ബിറ്റ്സ് ആൻഡ് പീസസ് എടുത്തിട്ടൊക്കെയാണ് റിയാക്ട് ചെയ്തതെന്നാണ്. പക്ഷേ ഇവർ ബിറ്റ് പോലും ഉപയോഗിക്കാതെ ലൈക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ റിയാക്ട് ചെയ്യണത്. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മൾ ഇപ്രാവശ്യം ലൈക്ക് അവർ റിയാക്ട് ചെയ്യേണ്ട പോയിന്റ് മാത്രം ലൊക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അത് മാത്രം പ്ലേ ചെയ്താൽ മതി. എന്തെങ്കിലും പോയിന്റ് മിസ്സായിട്ട് പോയിട്ടുണ്ട്, എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അയ്യോ ഇതിലായിരുന്നു പോയിന്റ്, അത് ഞങ്ങൾ പ്ലേ ചെയ്തില്ല, മനഃപൂർവ്വം ഇഗ്നോർ ചെയ്തു, അങ്ങനെ വല്ലതാണെങ്കിൽ അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഒരു ഒബ്ജക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വേർഷൻസ് ഓഫ് പ്രോബ്ലം ഓഫ് ഫ്യൂവലും ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്, എല്ലാ വേർഷനും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേർഷൻ്റെ എല്ലാ റെസ്പോൺസുകളും നമ്മൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞ വേർഷൻ്റെ എല്ലാ റെസ്പോൺസും പറഞ്ഞിട്ടില്ല. ഇനി വേറെ വേർഷൻസിൻ്റെ ആണെങ്കിൽ വേർഷൻസും അതിൻ്റെ റെസ്പോൺസും ഒന്നും പറഞ്ഞിട്ടില്ല. അതൊരു വീഡിയോയുടെ പരിമിതി മാത്രമാണ്. അതേപോലെ എൻ്റെ ഫേവറേറ്റ് റെസ്പോൺസ് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാനും വിഗ്നു ആയിട്ടുള്ള ഡിബേറ്റിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു എവിഡൻസ് കൺസീഡ് ചെയ്തിട്ട് മിറ്റിഗേറ്റഡ് സ്കെപ്റ്റിക്കൽ തീസ് എടുത്തിട്ടുള്ള ആ റെസ്പോൺസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഡിബേറ്റിൻ്റെ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ സോഫാർ 2 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന് എല്ലാ വേർഷനും അവർ പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ളത്. അത് എല്ലാ വേർഷനും അത് എന്താ വെച്ചാൽ ഞാൻ കംപ്ലൈൻ്റ് ആയി പറഞ്ഞതല്ല എല്ലാ വേർഷനും. അത് നമുക്കറിയാം പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പോൾ എല്ലാ പ്രോബ്ലം ഓഫ് ഫ്യൂവലിൻ്റെ വേർഷനും ഒറ്റ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ അവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കാലങ്ങളായിട്ട് ഒറ്റ വേർഷൻ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. അതായത് ഈ സ്ട്രോങ്ങർ വേർഷൻ ഉണ്ട് എന്നുള്ളത് ഇനി സമതിന് അറിയില്ലെങ്കിലും ഷാനുവിന് അറിയാം, ഇഷ്ടംപോലെ പ്രോബ്ലം ഓഫ് ഫ്യൂവലിൻ്റെ സ്ട്രോങ്ങർ വേർഷൻ ഉണ്ട് എന്നുള്ളത്. ഇത് ഇവർ ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യലില്ല. ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞ ഡ്രൈപ്പറിൻ്റെ വേർഷനൊന്നും ഒരു വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് കാലങ്ങളായിട്ട് അങ്ങനെ മറിഞ്ഞ് കിടക്കുകയാണ്. ഇവർ ഈ ബേസിക് വേർഷനിൽ കടന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓഡിയൻസിനും കൂടി അറിയിക്കാൻ വേണ്ടി പറയാം, ഇനി സ്ട്രോങ് വേർഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ അതൊരു കംപ്ലൈൻ്റ് ആയി പറഞ്ഞാൽ അതിൻ്റെ പേരിൽ അണ്ടർമൈൻ ചെയ്യാമല്ലോ. ഇവർ പറഞ്ഞ വേർഷനിലുള്ള റിപ്ലൈ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വിഷയമല്ല. പിന്നെ ഒന്നുള്ളത് ഷാനുവിൻ്റെ ഫേവറേറ്റ് മിറ്റിഗേറ്റഡ് സ്കെപ്റ്റിക്കൽ തീസ്. ഈ സ്കെപ്റ്റിക്കൽ തീസ് എന്ന് പറഞ്ഞാൽ ജനറലി പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇവിടെ ഈ ക്രൂരതകൾ, പ്രശ്നം ഇതാണല്ലോ, ഇവിടെ കുറേ ക്രൂരതകൾ കാണുന്നുണ്ട്. സിമ്പിളായി പറയാം, ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ ആളുകൾ സഫർ ചെയ്യുന്നുണ്ട്, കുറേ തിന്മകൾ നമുക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ തിന്മകൾ എങ്ങനെ ഉണ്ടാവും? ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ തിന്മകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഫോർമാറ്റ്. അപ്പോൾ സ്കെപ്റ്റിക്കൽ തീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദൈവത്തിന് ഇവിടെ തിന്മകൾ അനുവദിക്കാൻ വലിയ കാരണങ്ങളുണ്ടാവും, പക്ഷേ അത് അറിയാൻ നമ്മൾ എക്യുപ്ഡ് അല്ല, നമ്മൾ പ്രാപ്തരല്ല. ദൈവത്തിൻ്റെ വലിയ ഇൻഫിനിറ്റ് അറിവുള്ള ആളാണ്, നമ്മൾ ലിമിറ്റഡ് അറിവുള്ള ആളാണ്. അപ്പോൾ നമ്മളത് അറിയാൻ പ്രാപ്തരല്ല. ഇതാണ് ജസ്റ്റ് ജനറൽ സ്കെപ്റ്റിക്കൽ തീസം. ഷാനുവിൻ്റെ മിറ്റിഗേറ്റഡ് സ്കെപ്റ്റിക്കൽ തീസ് എന്താണെന്നുള്ളത് പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഷാനുവിൻ്റെ എവിഡൻസ് കൺസീഡ് ചെയ്യാനുള്ള പരിപാടി ഇത് ബാക്കി വിശ്വാസികൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന പരിപാടിയല്ല. പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഞാനും ഷാനുമായിട്ടുള്ള ഡിബേറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഷാനു പറഞ്ഞ റെസ്പോൺസാണിത്.
ഓക്കെ പ്രോബ്ലം ഓഫ് ഇവിള് ഒരു സ്ട്രോങ് എന്ന പ്രശ്നമാണ് തീയസ്റ്റിന്. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വേറെ ആർഗ്യുമെന്റ്സും ഉണ്ട്. ഇതാണ് ഈ പരിപാടി, ഈ എന്താ കൺസീഡിങ് ദി എവിഡൻസ്, ജസ്റ്റ് ഫാൻസി ടേം ഇട്ട് വിളിച്ചു എന്നേ ഉള്ളൂ. പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് പ്രശ്നമാണ്, ഞങ്ങൾ എന്താ സമ്മതിച്ചിരിക്കുന്നു, പക്ഷേ ഇതും കൂടി കൺസിഡർ ചെയ്യണം, നമ്മൾ രണ്ട് സൈഡിലുള്ള എവിഡൻസ് കൺസിഡർ ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തീയസ്റ്റിൻ്റെ സാധ്യത കൂടുന്നുള്ളതാണ് ഈ ഷാനുവിൻ്റെ ആർഗ്യുമെൻറ്റ്. പക്ഷേ ഇത് സമത് സമ്മതിക്കുമോ ഏത് പ്രോബ്ലം ഓഫ് ഇവിള് സീരിയസ് എവിഡൻസ് ആണെന്നുള്ളത് ഇതിനെതിരെ? സമത് എന്നല്ല, യു എയിൽ ഇപ്പൊ ഷാനു ഒഴികെ വേറെ ആരും അത് സമ്മതിക്കും തോന്നുന്നില്ല. അപ്പോൾ ഈ ബേസിക് വെർഷൻ്റെ പ്രശ്നം എന്താ എന്ന് വെച്ചാൽ അതിൻ്റെ ഫസ്റ്റ് പ്രൊമൈസ് തെറ്റാണെന്ന് കാണിക്കാൻ ഏതെങ്കിലും ഒരു ഇവിൽ ഏതെങ്കിലും ഒരു ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ നെസസറി ആണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൊമൈസ് തെറ്റാവും. ഇനഫ്. എന്നാൽ വില്യർറോൻ്റെ ആർഗ്യുമെൻറ്റിൽ അൺനെസസറി സഫറിങ് ഉണ്ട് എന്ന് ഉള്ള പ്രോബബ്ലി അൺനെസസറി സഫറിങ് ഉണ്ട് എന്നുള്ള പ്രിമീസിനെ റിജക്ട് ചെയ്യണമെങ്കിൽ വില്യർറോ കൊണ്ടുവരുന്ന ആ പർട്ടിക്കുലർ ഇവിൽ ഗ്രേറ്റർ ഗുഡിനെ അച്ചീവ് ചെയ്യാൻ നെസസറി ആണെന്ന് കാണിക്കണം. ആ സ്പെസിഫിക് ആയിട്ട് തെളിയിച്ചാൽ മാത്രമേ നമുക്ക് ഹാർഡർ ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ വില്യർറോൻ്റെ ആർഗ്യുമെന്റ് സ്ട്രോങ്ങർ ആണ്. അത് സ്ട്രോങ്ങർ ആകുന്നത് അതിന്റെ അത് എവിഡൻഷ്യൽ ആയതുകൊണ്ടോ ലോജിക്കൽ ആയതുകൊണ്ടോ അല്ല, അതിന്റെ നേച്ചർ കൊണ്ടല്ല, അതിന്റെ റെസ്പോൺസിന്റെ നേച്ചർ കൊണ്ടാണ് സ്ട്രോങ്ങർ ആണ്. അല്ല, ഇവിടെ സമത് എന്താ ഉദ്ദേശിച്ചു? ഓക്കെ, വില്യം റോയുടെ ആർഗ്യുമെന്റ് സ്ട്രോങ് ആണെന്ന് ഒരു കൺസീഡ് ചെയ്തു. ഓക്കെ, സ്ട്രോങ് ആണ്. അത് സ്ട്രോങ് ആവണത് ആർഗ്യുമെന്റിന്റെ മെറിറ്റിലല്ല, അത് ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന കുറച്ച് ടാസ്ക്, അതിന്റെ ബുദ്ധിമുട്ടാണ്. അത് സംഭവം ആർഗ്യുമെന്റ് അത്ര സ്ട്രോങ് ഒന്നല്ല, പക്ഷെ നമുക്ക് മറുപടി പറയാനുള്ള ഒരു പരിമിതിയുള്ള ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ട വെച്ചിട്ട് പറയണത് പറയട്ടെ. പിന്നെ ഡ്രൈപ്പറിന്റെ ആർഗ്യുമെന്റ് അതിനേക്കാൾ സ്ട്രോങ്ങർ ആണോ എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം വില്യർറോൻ്റെ ആർഗ്യുമെന്റ് അതിൻ്റെ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണ്. അതിന്റെ പ്രിമൈസിൽ നിന്ന് കൺക്ലൂഷൻ ഫോളോ ചെയ്യൂല. അപ്പോൾ ഇവിടെ ഷാനു ബേസിക്കലി വെച്ച അക്യൂസേഷൻ എന്ന് പറഞ്ഞാൽ വില്യം റോയുടെ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണ് എന്നുള്ളതാണ്. ലൈക്ക് ഇത്രയും തീസ്റ്റ് ഫിലോസഫേഴ്സ് വില്യം റോക്ക് മറുപടി എഴുതുമ്പോഴും ഒരാൾ പോലും വെക്കാത്ത, അല്ലെങ്കിൽ ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു വിശ്വാസി പോലും വെക്കാത്ത ഒരു ആർഗ്യുമെന്റ് ആണ് ഇൻവാലിഡ് ആണെന്ന്, ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണെന്നുള്ളത്. വില്യം റോ എന്ന് പറഞ്ഞ ഒരു ലൈക്ക് ഹൈ സ്കെയിലിൽ നിൽക്കുന്ന ഫിലോസഫേഴ്സിലെ ഒരു ഫിലോസഫി റിലീജിയനിൽ തന്നെ വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അപ്പോൾ വില്യം റോൻ്റെ വില്യം റോൻ്റെ ഒരു ആർഗ്യുമെൻറ്റാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഇവിള് അത് ഇൻവാലിഡ് ആണെന്നാണ് പറയണത്. അതായത് അത് സൗണ്ട് അല്ല, അത് കൺവിൻസിങ് അല്ല എന്നൊന്നുമല്ല, അതിൻ്റെ സ്ട്രക്ചറേ ശരിയല്ല. അത് ലോജിക്കലി അത് പ്രിമൈസ് എടുത്തു കഴിഞ്ഞാൽ ആ ആർഗ്യുമെൻറ്റ് കൺക്ലൂഷനിക്ക് പോലും എത്തില്ല, അത് ഇൻവാലിഡ് ആണെന്നാണ് പറയണത്. ഇതൊരു എന്താ ഒരു പാഠമാണ് യു എക്കാർക്ക് ഇനി നടക്കാൻ പോണത്. എന്താ ഇവർ ഇപ്പം ഷാനു ഇങ്ങനെ കോൺഫിഡൻസോടെ വന്ന് പറയുക ഇങ്ങനെ ഇൻവാലിഡ് ആണ്, അത് അഡ്ജസ്റ്റ് ആണ്, അതെ സമ്മത് ഇങ്ങനെ അതൊന്ന് എലാബറേറ്റ് ചെയ്യും ഷാനു. അപ്പോൾ ഷാനു ഇങ്ങനെ എലാബറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എലാബറേറ്റ് ചെയ്ത് എന്താ നോക്കാം എന്തുകൊണ്ടാണ് ഇൻവാലിഡ് എന്നുള്ളത്. ജസ്റ്റ് എലാബറേറ്റ് ആവുന്നുണ്ടല്ലേ. അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺനെസസറി സഫറിങ് ഉണ്ടാവില്ല, പ്രോബബ്ലി അൺനെസസറി സഫറിങ് ഉണ്ട്. ഇതിൽ നിന്ന് പ്രിമൈസ് കൺക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ കൺക്ലൂഷൻ ഫോളോ ചെയ്യണമെങ്കിൽ എന്തുകൂടി കാണിക്കണം? ഗോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അൺനെസസറി സഫറിങ് ഉണ്ടാകുമെന്ന് കൂടി കാണിക്കണം. ഇതിപ്പം അതായത് ഗോഡ് എക്സിസ്റ്റ് ചെയ്യാത്ത കണ്ടീഷനിൽ അൺനെസസറി സഫറിങ്സ് പ്രെഡിക്റ്റഡ് ആണ്, അത് മോർ പ്രോബബിൾ ആണെന്നുള്ളത് കൂടി കാണിക്കണം. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയണേ, പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 100 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ എല്ലാം ഹെഡ് വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, എല്ലാം ഇപ്പം 100 പ്രാവശ്യം ഹെഡ് ടോസ് ചെയ്തു, എല്ലാം ഹെഡ് വീണു. ഓക്കെ, അതുകൊണ്ട് പുറത്ത് മഴ പെയ്യുന്ന ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കോയിന്റെ പ്രോബബിലിറ്റി ഒരേപോലെ ആയിരിക്കും. അതായത് കോയിനും പുറത്തുള്ള മഴയും തമ്മിലുള്ള കണക്ഷൻ ഇല്ല എന്നതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു എക്കാർക്ക് ലോജിക്ക് അറിയില്ല. അപ്പോൾ യു എക്കാർക്ക് ലോജിക്ക് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം ഇതിനാദ്യം മറുപടി കൊടുക്കാൻ. അപ്പോൾ ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഒരു ലോജിക്കൽ ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ മോഡസ് പോണൻസ്, മോഡസ് ടോളൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സംഭവങ്ങളുണ്ട്. മോഡസ് പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് പി ക്യൂ പി ദെർഫോർ ക്യൂ, ഇത് മോഡസ് പോണൻസ്. ഇനി മോഡസ് ടോളൻസ് എടുക്കാം. മോഡസ് ടോളൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് പി ക്യൂ നോട്ട് ക്യൂ ദെർഫോർ നോട്ട് പി, ഇതാണ് മോഡസ് ടോളൻസ്.
സൂക്ഷിച്ച് പഠിക്കണം, ലൈക്ക് തെറ്റിക്കാൻ പാടില്ല. ഇനി ആർഗ്യുമെന്റ് ഒക്കെ പ്രസന്റ് Imposition വരും. അതെ അതെ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞിട്ട് പോഡ്കാസ്റ്റ് ചെയ്യരുത്. അപ്പൊ മോഡസ്റ്റ് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ബി ക്യൂ നോട്ട് ക്യൂ ദെർഫോർ നോട്ട് പി. നേരത്തെ അതേ എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഹെഡ് വീഴും. ഓക്കെ, ഹെഡ് വീണില്ല, അപ്പോൾ അതുകൊണ്ട് മഴ പെയ്തില്ല. കാരണം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഹെഡ് വീഴും, 100 പ്രാവശ്യം ഹെഡ് വീഴും, ഹെഡ് വീണില്ല, അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യില്ല. അപ്പോൾ റോഡ് ആർഗ്യുമെന്റ് മോഡസ്റ്റ് ടോളറൻസ് ആണ്. ഇപ്പോൾ ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ഒരു തരത്തിലുള്ള സഫറിങ് ഉണ്ടാവില്ല. എന്നിട്ട് രണ്ടാമതാണ് അൺനെസസറി സഫറിങ് ഉണ്ട്, അതുകൊണ്ട് ദൈവമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാന് പറഞ്ഞതാണ് കറക്റ്റ്. ഈ ലോകത്തെ എല്ലാ മോഡസ്റ്റ് ടോളറൻസും തെറ്റാണ്. ഇങ്ങനെ ലോജിക് ഫോർമാറ്റും ഇല്ല, ഇത്ര കാലം ലോജിഷ്യൻസ് ഉണ്ടാക്കിയ സംഭവങ്ങൾ മൊത്തം തെറ്റാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഷാനിന് അബദ്ധം പറ്റിപ്പോയതാണ്, ഷാനിന് അറിയാണ്ട് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. അപ്പോൾ പക്ഷേ ഇത് ഇത്ര UAE കോൺഫിഡൻസ് വെക്കുന്നവർക്ക് ഞാൻ പറയണ, ഒന്ന് നിങ്ങൾ ഈ ഷാനു പറയണ കോൺഫിഡൻസ് അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന സമ്മതം മൂളുന്ന കോൺഫിഡൻസ് വെച്ചിട്ടൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ജസ്റ്റ് സ്വന്തമായിട്ട് എന്തുണ്ടെങ്കിലും അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് മിസ്റ്റേക്ക് ആർക്കും പറ്റുക, അത് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ പക്ഷേ UAEയുടെ സ്വഭാവം വെച്ചിട്ട് ഈ മിസ്റ്റേക്ക് ഇവർ വർഷങ്ങളോളം ഇനി തിരുത്തില്ല. ഇവർ അതുകൊണ്ട് മൂടും ഇങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം മൂടുന്നു മാത്രം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാം. അതെ, ഇനി മൂടെന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി അടുത്തതിൽ വന്നിട്ട് ഈ ഷാന് പറഞ്ഞ കോൺഫിഡൻസ് കണ്ടിട്ട് ഈ അസിസ്റ്റൻസ് വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ഇൻവാലിഡ് ആണ്, അത് കോൺട്രഡിക്ഷൻ ആണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഇവന്തോ ഷാനു റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവർ കൂടി റിയലൈസ് ചെയ്യും. ഇനി സംശയം ഉണ്ടെങ്കിൽ ഷാനുവിനോട് തന്നെ ചോദിച്ചു നോക്കുക. കാരണം ഷാനു മസ്റ്റ് ഹവ് റിയലൈസ്ഡ് ദാറ്റ്. അപ്പോൾ ബേസിക്കലി നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാക്കിയപ്പോൾ ആർഗ്യുമെന്റ് ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്നത്. അപ്പോൾ അത് വാലിഡ് ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ആ ആർഗ്യുമെന്റ് ഒന്നും കൂടെ പഠിച്ചിട്ട് നമ്മളെ വീഡിയോ ഒന്നും കൂടെ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, ബാക്കി കുറച്ചുകൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് കണ്ടോ. അല്ലേ, അപ്പുറത്തിരിക്കുന്ന ഒരുത്തം പറയുന്നുണ്ട് അത് കണക്ഷൻ ഇല്ലാതെ, അതാണ് പ്രശ്നം, കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് തമ്മിലുള്ള ഡയറക്റ്റ് കണക്ഷൻ കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് പുറത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കോയിന്റെ പ്രോബ്ലം ഒരേപോലെ ആയിരിക്കും. അതായത് കോയിനും പുറത്തുള്ള മഴയും തമ്മിലുള്ള കണക്ഷൻ അവിടെ ഇല്ല എന്നതുകൊണ്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, ഇവര് ഫസ്റ്റത്തെ പ്രിമൈസ് അല്ല അതിന്റെ കണക്ഷൻ. ഇഫ് പി നോട്ട് ക്യൂ അല്ലെങ്കിൽ ഇഫ് പി ക്യൂ എന്ന് പറയുമ്പോ അതല്ലേ കണക്ഷൻ. കണക്ഷൻ സമ്മതി പറയട്ടെ. അത് എന്താ വെച്ചാൽ എനിക്ക് ഇത് ഫുഡ് നോട്ട് ടോട്ടലി അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇവർ പറയുമ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ആൾ പറയുക. ഷാനു പറഞ്ഞു കഴിഞ്ഞിട്ട് ഷാനു പറയാൻ സമയം കൊടുത്തതിന് ശേഷം സമ്മത് പറയുക, സമ്മതിന് പറയാൻ സമയം കൊടുത്തതിന് ശേഷം ഷാനു പറയും. ഇത് ഇവർ അടി ഉണ്ടാക്കണ പോലെ അങ്ങനെയാണ്. കണക്ഷൻ ഇല്ല. അതെ ആകെ അടിയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു വെപ്രാണ്. ഇത് ക്രിറ്റിസിസം അല്ല, ഒരു ജസ്റ്റ് ഒരു സജഷൻ പോലെ പറഞ്ഞതാണ്. ഡ്രേപ്പറിന്റെ ഒരു ആർഗ്യുമെന്റ് പറയുന്നത് ഇവിലുണ്ട് എന്നുള്ളതല്ല, ഇവിലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇവിലിൻ്റെയും പ്ലഷറിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ നാച്ചുറലിസം പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വർക്ക്സ്. ആൻഡ് അതേപോലെ ഡ്രേപ്പറിൻ്റെ ആർഗ്യുമെൻറ്റ് സ്കെപ്റ്റിക്കൽ തീസത്തിന് ഇമ്മ്യൂണാണ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. സ്കെപ്റ്റിക്കൽ തീസത്തിന് ഇമ്മ്യൂണാണോ അല്ലേ എന്നുള്ളത് നമ്മൾ സ്കെപ്റ്റിക്കൽ തീസത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അവിടെ നമ്മളത് വിശദീകരിക്കാം. എന്താണെങ്കിലും ഇമ്മ്യൂണാണ് എന്നാണ് ഡ്രേപ്പർ അവകാശപ്പെടുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വർക്ക്സ് ചെയ്ത് ഒന്നും പറയാനില്ല. ഷാനു പറഞ്ഞു ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വർക്ക്സ്. ഓക്കെ, എന്താ റീസൺ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. അതുപോലെ തന്നെ സ്കെപ്റ്റിക്കൽ തീസത്തിന് ഇമ്മ്യൂൺ അല്ല എന്നും പറയുന്നുണ്ട്. സ്കെപ്റ്റിക്കൽ തീസത്തിന് ഇമ്മ്യൂൺ അല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതും റീസൺ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരാം. ഷാനു വീഡിയോ എന്താ ചെയ്യാന്നാണ് പറഞ്ഞത്, അറിയില്ല. ചെയ്തിട്ട് നമുക്ക് നോക്കാം, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാറില്ലല്ലോ. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അൺമാസ്കിങ് അനോമലീസിന്റെ വീഡിയോസ് കാണാറില്ല, വേറെയുള്ള തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാനു ഇപ്പൊ ഈ 3 മാസമായിട്ടല്ലോ, ഞാൻ നോക്കിയപ്പോ അത്യാവശ്യം അവർ കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇനിയിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് പറഞ്ഞാൽ മതി, അതിനുള്ള റെസ്പോൺസ് എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. സോ ഡ്രേപ്പറിൻ്റെ ആർഗ്യുമെൻ്റ് ഒരു വില്യം റോൻ്റെ ആർഗ്യുമെൻറ്റിനേക്കാളും ഏതെങ്കിലും രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. സീരിയസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഇത് എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞത് ഓർക്കുക. ഷാനിപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വർക്ക്സ് ചെയ്തെന്നൊക്കെ പറയും. നേരത്തെ പറഞ്ഞില്ലേ ഇറ്റ്സ് ഇൻവാലിഡ്, സ്റ്റുപ്പിഡ് ആർഗ്യുമെന്റ്, ഇതൊക്കെ കേട്ട് വിശ്വസിക്കരുത്, അത് കേട്ട് കണ്ണ് മഞ്ഞളിച്ചു പോകരുത്. ഇതേപോലെ പ്രോബ്ലം ഓഫ് ഇവിലിൻ്റെ അല്ലെങ്കിൽ പ്രോബ്ലം ഓഫ് ഇവിലിൻ്റെ പ്രിമൈസുകൾ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് പ്രോബ്ലം ഓഫ് ഇവിലിൻ്റെ പ്രൊപ്പോണൻറ്റിൻ്റെ ബാധ്യതയാണ്. അവരിങ്ങോട്ട് തിയസ്റ്റിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന തിയസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഗോഡ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓരോ പ്രിമൈസുകളുടെ ബേർഡന് അവരുടെ മേലാണ് വരിക. അപ്പോൾ നമ്മൾ അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതോ നമ്മൾ തെളിയിക്കേണ്ടതില്ല എന്നുള്ളതല്ല.
ആക്ച്വലി അതിൻ്റെ ബേർഡൻ ആയിട്ടുള്ളത് വരിക അവർക്കാണുള്ളത്. അവർക്കാണ് വരിക. അതായത് ഈ കണ്ടീഷൻ നെസസറി അല്ല എന്നോ, അതേപോലെ ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ നെസസറി അല്ല എന്നോ, അതല്ലെങ്കിൽ ഈ കണ്ടീഷൻ കൊണ്ട് ഗ്രേറ്റർ ഗുഡ് ഈ സഫറിങ് കൊണ്ട് അനുഭവിക്കുന്ന ഗുഡ് ഗ്രേറ്റർ അല്ല എന്നും ഇവരാണ് തെളിയിക്കേണ്ടത്. നമുക്ക് അത് ഗ്രേറ്റർ ആണെന്ന് കാണിക്കേണ്ട ബാധ്യത നമുക്ക് വരുന്നില്ല, നെസസറി ആണെന്ന് കാണിക്കേണ്ട ബാധ്യത വരുന്നില്ല. നെസസറി അല്ല എന്നോ അല്ലെങ്കിൽ നെസസറി അല്ല എന്നത് അൺലൈക്ലി ആണെന്നോ ഇവരാണ് കാണിക്കേണ്ടത്. പിന്നെ ഗ്രേറ്റർ അല്ല എന്നുള്ള ജസ്റ്റ് പറഞ്ഞു പോയാലും പോരാ, അതിനൊരു സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഒരു പാത്ത് കാണിക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ഗ്രേറ്റർ അല്ല എന്നുള്ളത് കാണിക്കണം. അപ്പോൾ ആ വീഡിയോയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഏതൊക്കെ കേസ് എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ ഷാനും സമതും കൂടിയിട്ട് ബേർഡൻ ഓഫ് പ്രൂഫ് നമ്മളെ കയ്യിലാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രോബ്ലം ഓഫ് ഈവിലെ നമ്മളാണ് പ്രസൻറ്റ് ചെയ്തത്, നമ്മളെ ആർഗ്യുമെൻ്റ് ആണ്. അതുകൊണ്ട് ഒരു അൺനെസസറി സഫറിങ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ നമ്മളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഒരു അൺനെസസറി സഫറിങ് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ വിഗ്നു കുറച്ച് റിക്വയർമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വില്യം റോയുടെ പേപ്പറിൽ ഒരു 3 റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു വിഗ്നുവിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിൽ വിഗ്നു ബേസിക്കലി പറഞ്ഞുള്ളത്, ഇപ്പോൾ തീസ്റ്റ് വിശ്വാസികൾ വന്ന് പറയാണ് ഇതൊരു ഗ്രേറ്റർ ഗുഡിലേക്ക് ലീഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്നു പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുന്ന അത് വിശ്വാസികളാണ് കാണിക്കേണ്ടത്. ഇവിടെ അൺനെസറി സഫറിങ് ഇല്ല എന്ന് അവർ പറയണമെന്നുണ്ടെങ്കിൽ അവർ പറയണം ഇവിടെ അൺനെസറി സഫറിങ് ഇല്ല എന്ന് അവർ പറയുമ്പോൾ അവർ കാണിക്കണം. ലൈക്ക് 2 കണ്ടീഷനാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്ന് ഇപ്പോൾ ഒരു സഫറിങ് നമ്മളിവിടെ കാണുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി കുഴൽക്കിണറിൽ വീഴുന്നതോ, അല്ലെങ്കിൽ പാലസ്തീനിലെ കുട്ടികൾ മരിക്കുന്നതോ, പട്ടിണോ, ലൈക്ക് എനി ടൈപ്പ് ഓഫ് സഫറിങ്, എർത്ത് ക്വേക്ക് എന്തോ ആയിക്കോട്ടെ, ഈ സഫറിങ് ഒരു ഗ്രേറ്റർ ഗുഡ്, അതായത് ഇതിലും വലിയൊരു നന്മയിലേക്ക് ലീഡ് ചെയ്യണം. ഈ സഫറിങ് കാരണം ഒരു വലിയ നന്മ ഉണ്ടാവണം. ഇത് ഒരു കണ്ടീഷൻ. ഇനി ഇത് മാത്രം നടന്നാൽ പോരാ, ഈ ഒരു വലിയ നന്മ, അതായത് എന്താണോ ഉണ്ടായി വലിയ നന്മയ്ക്ക് ഈ സഫറിങ് നിർബന്ധമായിരിക്കണം. അതായത് ഈ സഫറിങ് ഇല്ലാണ്ട്, ഈ കുട്ടി കുഴൽക്കിണറിൽ വീഴാണ്ട് ഈ ഒരു വലിയ നന്മ ഉണ്ടാവില്ല എന്നുള്ള, അതായത് ഈ കുട്ടി കുഴൽക്കിണർ വീണതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വലിയ നന്മ ഉണ്ടായത്. അത് ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി 3ാമതൊരു കണ്ടീഷൻ ഉണ്ട്. അതെന്താ വെച്ചാൽ ഇത്ര ഈക്വലി, അതായത് കുട്ടി കുഴൽക്കിണറിൽ വീഴുന്നതിനോട് ഈക്വലായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു നന്മ വെച്ചിട്ട് ലൈക്ക് ഈ ഒരു ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അത് ജസ്റ്റ് ഓവർ കോംപ്ലിക്കേറ്റ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അത് ബേസിക്കലി പറയണത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നടന്ന കാര്യം ഒഴികെ വേറൊരു കാര്യം നടന്നാലും ഇതേ ഔട്ട്കം തന്നെയാണ് കിട്ടുള്ളൂ. അപ്പൊ പിന്നെ വേറൊരു സാധനം കൊണ്ടുവരുന്നതിൽ പ്രത്യേകിച്ച് ജസ്റ്റിഫിക്കേഷൻ ഒന്നും ദൈവത്തിനില്ല. നെവർ മൈൻഡ്. നിങ്ങൾ ആദ്യ പ്രോബ്ലം ഓഫ് വ്യൂവിൽ ആരെങ്കിലും വന്ന് പറയാണ് ഈ തിന്മയെ കുറിച്ച് പറയണം, അപ്പോൾ ഇത് വിശ്വാസി വന്ന് പറയാണ് അത് ദൈവം അനുവദിക്കാനുള്ള കാരണം ഇതാണെന്ന് പറയുമ്പോൾ ഈ ഒരു 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മസ്റ്റ് നോക്കിയാൽ മതി. എന്നാൽ തന്നെ ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ ബർഡൻ ഓഫ് പ്രൂഫ് കംപ്ലീറ്റ്ലി നമ്മളടുത്ത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പറയാണ് അൺനെസസറി സഫറിങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്, നമ്മൾ ബർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട് നമ്മൾ കാണിക്കണം അൺനെസസറി സഫറിങ് ഉണ്ട് എന്നുള്ളത്. ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് പാസ്സാവാത്ത രീതിയിലുള്ള സഫറിങ് ഈ ലോകത്തുണ്ടെന്ന് കാണിക്കണം. മറിച്ചൊരു വിശ്വാസി വന്നിട്ട് ഈ ഭൂമിയിൽ അൺനെസസറി സഫറിങ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാണിക്കണം ഈ പറഞ്ഞ റിക്വയർമെന്റ്സ് ക്വാളിഫൈ ആവുന്നതാണ് ഈ ലോകത്തുള്ള എല്ലാ സഫറിങ്ങും എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ ലൈക്ക് ബേർഡൻ ഓഫ് പ്രൂഫ് എൻ്റെ അടുത്താണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. കാരണം നമ്മളെല്ലാത്തിനും അവർ പറഞ്ഞ എല്ലാ തിയോഡസി നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്, 2 വെച്ചിട്ട് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അക്കോർഡിംഗ് ടു നിങ്ങൾ. അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ട് ഓക്കെ തെളിയിക്കുക. അവരിപ്പോൾ പറയാണ് ഇതുണ്ടാവാൻ കാരണം ഒരു ഫ്രീ വില്ല്, മനുഷ്യന്മാർക്ക് ഫ്രീ വില്ല് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു തിന്മ ഇവിടെ ഉണ്ടാവാൻ കാരണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അത് നിങ്ങൾ കാണിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടിട്ടല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഫ്രീ വില്ലിൻ്റെ ആവശ്യമല്ല ഈ ഒരു വലിയ നന്മ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഫ്രീ വില്ല് എന്നുള്ളത് ഈ ഒരു തിന്മയെക്കാട്ടിലും വലിയൊരു സംഭവമല്ല. ഈ ഒരു 2 കാര്യങ്ങളും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്റൻഷനലി. അവിടെ സമതി ഇപ്പൊ പറയണത് ജസ്റ്റ് പറഞ്ഞു പോയാ പോരാ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു പോണതാണ്, പറഞ്ഞു പോണതാണ്, അതിനാണ് പറഞ്ഞു പോക്ക് എന്ന് പറയാം. പക്ഷെ നമ്മളതല്ല, നമ്മൾ അവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവലിന് കൊടുക്കുന്ന റെസ്പോൺസുകൾ, ഇവലിന് പല രീതിയിലുള്ള റെസ്പോൺസുകൾ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് തിയോഡസി, ഡിഫൻസ്, സ്കെപ്റ്റിക്കൽ തീസം. അപ്പോൾ പ്രോബ്ലം ഓഫ് ഈവിലിന് റെസ്പോൺസ് കൊടുക്കാം, 3 രീതിയിൽ റെസ്പോൺസ് കൊടുക്കാം എന്നാണ് ഷാനു പറഞ്ഞത്. അപ്പോൾ ആ 3 രീതികൾ പറഞ്ഞ ഒന്ന് തിയോഡസി, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലെയിം. പിന്നെ ഡിഫൻസ് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് അല്ല. ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ ഒരു ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്തു, അപ്പോൾ ആ ആർഗ്യുമെന്റിലെ ഏതെങ്കിലും ഒരു പ്രിമൈസ് സബ്സ്റ്റാൻഷിയേറ്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ആർഗ്യുമെന്റ് എടുക്കേണ്ട കാര്യമില്ല. അതാണ് ഡിഫൻസ്. പക്ഷേ
തിയോഡസി ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്റൈറ്റ് നിന്റെ ആർഗ്യുമെന്റിനെ എന്താക്കുകയാണ്, റെഫ്യൂട്ട് ചെയ്യാണ്. പിന്നെ മൂന്നാമതൊരു അപ്രോച്ച് പറഞ്ഞത് സ്കെപ്റ്റിക്കൽ തീസം എന്ന്. സ്കെപ്റ്റിക്കൽ തീസം മാത്രമല്ല വേറെ ഓപ്ഷൻസ് ഉണ്ട്. ബേസിക്കലി ആ അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിന്റെ ആർഗ്യുമെന്റിനെ അഡ്രസ്സ് ചെയ്യാതെ ഇൻഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്യുക. ഇൻഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്യണതിന് 2 രീതിയിൽ അഡ്രസ്സ് ചെയ്യുക. എന്ത് അപ്പോൾ ഇൻഡയറക്റ്റ് അറ്റാക്കിൽ ഒന്നാണ് ഷാനു പറഞ്ഞ സ്കെപ്റ്റിക്കൽ തീസം. പിന്നെ വേറൊരു രീതിയിലുള്ള ഇൻഡയറക്റ്റ് അറ്റാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർഗ്യുമെന്റിനെ ഷിഫ്റ്റ് ചെയ്യുക. മോഡസ് ടോളൻസ് ആർഗ്യുമെന്റിനെ മോഡസ് പോണൻസ് ആക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അൺനെസസറി സഫറിങ് ഉണ്ടാവില്ല, ദൈവം ഉണ്ട് അതുകൊണ്ട് അൺനെസസറി സഫറിങ് ഇല്ല. മനസ്സിലായ? അപ്പൊ ഈ ദൈവം ഉണ്ട് എന്നുള്ളതിന് വേറെ ഇൻഡിപെൻഡന്റ് എവിഡൻസ്, ഇൻഡിപെൻഡന്റ് ആർഗ്യുമെന്റ്സ്. ഷാനുവിന്റെ മറ്റേ നേരത്തെ പറഞ്ഞ കൺസീഡിങ് ദി എവിഡൻസ്, അതാണ് പരിപാടി. ഓക്കെ. അപ്പൊ ഇവിടെ ഷാനു പറയുന്നത് അവർക്ക് ഡിഫെൻസ് എടുത്താൽ മതി, തിയോഡസി എടുക്കണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആർഗ്യുമെന്റിനെ റിഫ്യൂട്ട് ചെയ്യണ്ട, ജസ്റ്റ് എന്താ നമ്മളെ പ്രിമൈസുകൾ എന്താ അത്ര സ്ട്രോങ് അല്ല, നമ്മളത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനു ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഷാനു ആയാലും UA ആയാലും സമതായാലും എല്ലാവരും ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. എന്ത്? ദൈവം ഉണ്ട്, അത് ഒരു ഉറപ്പുള്ള സാധനമാണ്, ലൈക്ക് ഇവരെന്തായാലും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അൺനെസസറി സഫറിങ് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കമ്മിറ്റ്മെന്റ് ഇവർ എടുക്കുന്നുണ്ട്. എന്ത്? ഫസ്റ്റ് പ്രിമൈസ് ഇവർ അഗ്രി ചെയ്യുന്നുണ്ട്, ദൈവം ഉണ്ടെന്ന് ഇവർ അഗ്രി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലോകത്ത് അൺനെസസറി സഫറിങ് ഇല്ല എന്നും ഇവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അതില്ല എന്ന് കാണിക്കേണ്ട ചുമതല ഇവർക്കുണ്ട്. കാണിക്കാൻ ഡയറക്റ്റ് ചെയ്യണമെന്നില്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വഴിയിലും ചെയ്യാം. പക്ഷേ കാണിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ആ വിശ്വാസം സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇവർ പറയുന്ന പോലെ ഇവർക്ക് ദൈവത്തിൽ ശരിക്കും വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളേലും ബേർഡൻ ഓഫ് പ്രൂഫ് ഉണ്ട്. അപ്പം നമ്മളേലും ഷിഫ്റ്റ് ചെയ്തിട്ട് ഒളിച്ചോടാൻ നോക്കണ്ട, കാരണം നിങ്ങളെ വിശ്വാസത്തിനെ വീക്കാക്കുകയാണ്. ഫ്രീ വില്ലിൻ്റെ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു മുമ്പ് ഹിലാൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഫ്രീ വിൽ റെസ്പോൺസ് ശരിയാവില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇവിള് നടക്കുമ്പോൾ, അതായത് ഇവിടെ എന്തെങ്കിലും തിന്മ നടക്കുമ്പോൾ അതിന് കാരണം മനുഷ്യർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കാനുള്ള എന്താ ഒരു കഴിവ് ദൈവം കൊടുത്തത് കൊണ്ടാണ്, എല്ലാം മനുഷ്യരുടെ തെറ്റാണെന്ന് പറയുന്നവർ ശ്രദ്ധിക്കുക. ഷാനുമായിട്ട് അത് വർക്കാവില്ല. ഷാനു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഈ ഷാനുവിൻ്റെ സ്റ്റോറി എന്താ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റിഡക്റ്റോല് സൈക്കോ ദൈവം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സാക്ട്ലി ഏകദേശം സെയിം കാര്യങ്ങളാണ്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഫ്രീ വില്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 വിശ്വാസികൾ എടുത്തു കഴിഞ്ഞാൽ 95% പറയുക ഫ്രീ വില്ലാണ്, അത് കാരണം ഫ്രീ വില്ലാണെന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ വിൽ എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്, അത് നടക്കില്ല. ലിസൺ ടു ഷാനു. ആക്ച്വലി അവർ പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് ബേസിക്കലി അതായത് ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ ചില സഫറിങ് നെസസറി ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇവരൊരു എക്സാമ്പിൾ കൗണ്ടർ എക്സാമ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ആള് ഫ്രോസ് ആവുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, എൻ്റെ ഫ്രീ വിൽ ഫ്രീവിലുണ്ട്, എന്ത് സംഭവിച്ചിട്ടില്ല, ആള് കൊല്ലപ്പെട്ടിട്ടില്ല, സഫറിങ് സംഭവിച്ചിട്ടില്ല. അപ്പം കൃത്യമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണ്. ഫ്രീ വിൽ അവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നു. അവിടെ സമത് മരിക്കുക എന്നുള്ള സഫറിങ് സംഭവിച്ചിട്ടില്ല. സോ ദാറ്റ്സ് എ പെർഫെക്റ്റ് കൗണ്ടർ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഒരാളെ കുത്താൻ പോയി, ആ കുത്താൻ പോയ സമയത്ത് അയാളെ ഫ്രീ വിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്, പക്ഷേ ആൾ ഫ്രീസ് ആവുന്നു, കുത്തുന്നില്ല. അപ്പോൾ ഇവിടെ കുത്താൻ പോയ ഒരു വ്യക്തിനെ ഫ്രീസ് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്താ അവരെ ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലോകം പൊതുവെ കൊല്ലൽ ഇമ്പോസിബിൾ ആണ് എന്നുള്ളൊരു ലോകത്ത് ആരും അതിന് തുനിയില്ല എന്നുള്ളതാണ്. സഫറിങ് ഇല്ലാത്തൊരു വേൾഡ്, അത് ടോട്ടാലിറ്റിയിൽ നമ്മൾ എടുക്കേണ്ടത്. സഫറിങ് ഇല്ലാത്തൊരു വേൾഡിൽ ഞാൻ സമതിനെ കൊല്ലുക എന്നുള്ളത്, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ എനിക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ എനിക്ക് ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം അത് സാധിക്കാത്ത കാര്യമാണ്. ഒരു സിസ്റ്റം, ഒരു സ്ട്രക്ചർ, ഒരു ലോ ആയിട്ട് അത് മാറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇനീഷ്യേഷനെ ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ചെറിയ കുട്ടി എന്നുള്ളത് എന്താ പറയാ ഒരിക്കലും മരിക്കൂലെങ്കിൽ സ്വാഭാവികമായിട്ട് ചെറിയ കുട്ടിയെ കൊല്ലുക എന്നുള്ളൊരു ഒരു പ്രശ്നത്തിനൊരു മനുഷ്യന് നിൽക്കില്ല. ഇപ്പം നിലവിലിപ്പം സമതിനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എന്ത് ചെയ്യില്ല, എന്റെ കൈ കൊണ്ട് വെറുതെ കൈ കൊണ്ട് ഞാൻ വെടിവെക്കില്ല, തമാശക്ക് ചെയ്യുമെന്നല്ലാതെ കൈ കൊണ്ട് വെടിവെക്കില്ല. കാരണം എനിക്കറിയാം അത് അങ്ങനെ ഒരു സംഭവം എനിക്കറിയാം. അതിന് ഇൻഡക്റ്റീവ് റീസണിങ് എന്നൊക്കെ പറയും. നമ്മൾ ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു നോമായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കും. പണ്ടൊക്കെ ആദം ഹവ്വയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കൊല്ലാൻ, പക്ഷെ അവരൊക്കെ ഫ്രീസായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മല പൊക്കാൻ ശ്രമിക്കാത്ത പോലെ, അല്ലെങ്കിൽ ഷാനു പറഞ്ഞ പോലെ ഇങ്ങനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിക്കാത്ത പോലെ ആളുകൾ ഈ ഒരു ലോകത്ത്
ഇവർ എന്താ പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ചെയ്യാൻ നോക്കി, അവർക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്യാൻ നോക്കി അവർ ഫെയിൽ ആയിട്ടുണ്ട്. അപ്പം നമ്മളും അങ്ങനത്തെ ഒരു കാര്യത്തിന് എന്താ എഫേർട്ട് ഇടാൻ നിൽക്കില്ല. ഇതിന് ആർഗ്യുമെന്റ് ആയിട്ട് ഇൻഡക്റ്റീവ് റീസണിങ് മനുഷ്യന്മാർ ഉപയോഗിക്കും. അപ്പോൾ മുമ്പ് വർക്ക് ചെയ്ത കാര്യങ്ങളെ പിന്നെ ചെയ്യുള്ളൂ എന്നുള്ളൊരു അസംഷനിലാണ് ഇത് കൊണ്ടുപോയത്. പക്ഷെ മനുഷ്യന്മാർ ക്യൂരിയസ് ആണല്ലോ, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നേ വരെ എന്താ ഒരാൾ കുത്തിക്കൊല്ലണ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം. അപ്പോൾ മനുഷ്യന്മാരെ ബേസിക്കലി പഠിച്ചോന്ന് ജസ്റ്റ് മനുഷ്യന്മാരെ ക്യൂരിയോസിറ്റി ഇപ്പോഴുള്ളതിനേക്കാൾ കൂട്ടിക്കൊടുത്താൽ മതി. ഇപ്പൊ മനുഷ്യന്മാരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കണ്ട കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ക്യൂരിയസ് ആയിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യൽ വളരെ റയറാ. പക്ഷെ ഇവിടെ പഠിച്ചോനൊരു എന്താ ആൾക്കാരെ ഫ്രീ വിൽ എക്സസൈസ് ചെയ്യണം എന്നുള്ളൊരു വലിയ നന്മ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, ആളുകളെ ക്യൂരിയോസിറ്റി ഭയങ്കര ബഫപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആളുകൾക്ക് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ബേസിക്കലി ഈ കുത്താൻ വരുന്നത് അല്ലെങ്കിൽ കൊല്ലാൻ നോക്കുന്നത്, ഉന്തിട്ട് കൊല്ലണത്, അല്ലെങ്കിൽ ഒരാളെ പീഡിപ്പിക്കാൻ പോണത്, ഇതൊക്കെ മനുഷ്യന്മാരെ ക്യൂരിയസിൽ ആദ്യമായിട്ട് നടക്കുന്ന ഇൻസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാലോ. ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എക്സാമ്പിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ ഇമാജിനേറ്റീവ് ആയിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് എന്താ നമ്മൾ എക്സാമ്പിൾ മാറ്റിയല്ല, പക്ഷേ എക്സാമ്പിൾ ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നേരത്തെ തന്നെ അപ്പോൾ ഷാന് ചോദിക്കുക, അപ്പോൾ ഒരാളങ്ങനെ ഇതായി കഴിഞ്ഞാൽ ഈ ഒരു ആൾക്കാരിങ്ങനെ ഫ്രീസായി കണ്ടു കഴിഞ്ഞാൽ ജനറലി എന്താ ഇങ്ങനെ ചെയ്യണവരൊക്കെ ഫ്രീസ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യാൻ തോന്നും. അപ്പോൾ നമുക്ക് പറയാം ഓക്കെ, ഓരോ സിറ്റുവേഷൻ നടക്കുമ്പോഴും ഓരോരുത്തരെ നമുക്ക് അവരെ മെമ്മറി ഇറൈസ് ചെയ്യുക ദൈവത്തിന്. അപ്പോൾ ഇങ്ങനെ അബ്സർഡ് സിനാരിയോസ് ഇട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മൾ പറഞ്ഞ മെയിൻ വിഷയം ഇതല്ല, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈങ് ഉണ്ടോ എന്നാണ്. ഇപ്പോൾ ഫ്രീ വില്ലിൻ്റെ കേസിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ, അതായത് ഈ ഒരു നന്മ നടക്കാൻ, ഈ ഫ്രീ വിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് നടക്കാൻ ഈ ഒരു തിന്മ അവിടെ ആവശ്യമുണ്ട് എന്നുള്ളതല്ല നമ്മുടെ മെയിൻ പ്രശ്നം ഫ്രീ വില്ല് അത്ര വലിയൊരു നന്മയാണോ എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്ഷൻ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഷാനുവിൻ്റെ ഒരു കൺസെപ്റ്റ് ഓഫ് ഫ്രീ വില്ല് പ്രകാരം ഒരാൾക്ക് ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ നേച്ചർ അതാണ്, അയാളുടെ ഒരു തനി ഗുണം അതാണെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് അവിടെ ആ ഒരു നന്മ അച്ചീവ് ചെയ്യണത്. കാരണം അയാൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളത് അവിടെ ഒരു നന്മ. കാരണം ആളുടെ ഫ്രീ വില്ല് എക്സിക്യൂട്ട് ചെയ്യാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ മെയിൻ പ്രശ്നം ഇവിടെ രണ്ടാമത്തെ കാര്യമാണ്. അതായത് ഈ കുട്ടി അനുഭവിക്കുന്ന ടോർച്ചറും ഈ കുട്ടി അനുഭവിക്കുന്ന വേദനയും അതാണോ നിങ്ങൾക്ക് വലുത്, അല്ലെങ്കിൽ ഇയാളുടെ ഫ്രീ വില്ല് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണോ വലുത്? അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈവൻ ദോ ഷാനു പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ ഫ്രീ വില്ല് നിർബന്ധമാണ്, വേറൊരു ഓപ്ഷനും ഇല്ല, ദൈവത്തിന് ഫ്രീ വില്ല് കൊടുത്തേ പറ്റൂ ഈ ഒരു നന്മ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഈ ഈവിള് നടന്നേ പറ്റൂ ദൈവത്തിന് ഈ ഫ്രീ വില്ല് എന്നുള്ളൊരു നന്മ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് മെയിൻ പ്രശ്നം വരുന്നത് ഫസ്റ്റ് അതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാനുവിൻ്റെ ഒബ്ജക്ഷൻ വിഷയമുള്ള കാര്യമല്ല. ഈവൻ ദോ നമ്മൾ റോങ് ആണെങ്കിൽ പോലും ഈ ഫസ്റ്റ് കണ്ടീഷൻ സ്റ്റിൽ സ്റ്റാൻഡ് ചെയ്യും. മാത്രമല്ല ബേസിക്കലി ആ ഒബ്ജക്ഷൻ വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരെ പോയിന്റ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം, എന്ത് ഫ്രീ വില്ല് ഒരു ഗ്രേറ്റർ ഗുഡാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ പോലും നമ്മൾ ഓക്കെ ആ ഗ്രേറ്റർ ഗുഡിന് കിട്ടാൻ നമുക്ക് വേറെയും പല വഴികളുണ്ട് എന്ന് കാണിച്ചു കൊടുക്കലാണ് നമ്മൾ ഈ ഓരോ തോട്ട് എക്സ്പെരിമെന്റിന്റെ ഉദ്ദേശം. ഇതിൽ പലപ്പോഴും കൺഫ്യൂസിങ്, അതായത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഫ്രീ വില്ല് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയിട്ട് ഇൻകോഹറൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫ്രീ വില്ലില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പല പ്രശ്നങ്ങളും വരുന്നത്. ഷാനുവിൻ്റെ ഒരു വിയേർഡ് കൺസെപ്റ്റ് ഓഫ് ഫ്രീ വില്ലുണ്ട്. എന്നാൽ അപ്പുറത്തിരിക്കുന്ന സമത് വിശ്വസിക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രീ വില്ല് ഇതല്ല. സമതിന് വേറെ ഐഡിയയുടെ ഫ്രീ വില്ലിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഇവർക്ക് ഫ്രീ വില്ല് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാരണം ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഷാനു പറഞ്ഞ എക്സാമ്പിൾ, ഒരാൾ ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ വെടിവെക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ പൊട്ടുന്നില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് മല പൊക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ ആൾക്ക് പൊക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ആൾക്ക് ഫ്രീ വില്ലുണ്ടോ? ആൾക്ക് ഫ്രീ വില്ല് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് പറയും ഇവർ? എനിക്ക് ഡൗട്ട്ഫുള്ളാണ് ഇവരെന്ത് പറയും എന്നുള്ളത്. കാരണം ഇവരിവിടെ പറയുകയാണെന്ന് വിചാരിക്കുക, ഓക്കെ ഇത് ഫ്രീ വില്ലിൻ്റെ പ്രശ്നമല്ല, ആൾക്ക് സ്റ്റിൽ ഫ്രീ വില്ലുണ്ട്, പക്ഷേ ആൾക്ക് ഫിസിക്കലി ഇമ്പോസിബിളാണ് ആയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ കാര്യം നിങ്ങൾക്ക് ഈവിളിലും ചെയ്യാമല്ലോ. അതായത് ഈവിൾ ഫിസിക്കലി ഇമ്പോസിബിൾ ആക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഷാനുവിൻ്റെ അതേ എക്സാമ്പിൾ, ഒരു കുട്ടീനെ കൊല്ലുക എന്നുള്ളത് നിങ്ങൾക്ക് ഫിസിക്കലി ഇമ്പോസിബിൾ ആക്കാം. അപ്പോൾ ആൾക്ക് സ്റ്റിൽ ഫ്രീ വില്ലുണ്ട്. പക്ഷേ ഒരാൾ മല പൊക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ വെടിവെക്കാൻ മുതിരാത്ത പോലെ തന്നെ ആളെന്തിനും മുതിരില്ല, ഒരാളെ കുത്താനും മുതിരില്ല. എല്ലാവരും ഹാപ്പി ഫ്രീ വില്ല് എന്നുള്ള ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്തു. പക്ഷേ എനിക്കറിയില്ല ഇത് ഫ്രീ വില്ല് ഉണ്ടെന്നാണ് പറയാനുള്ളത്. ഹൊറിഫിക് എന്താ പറയുക സഫറിങ്സ് പടച്ചോൻ ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലാണ് മൂപ്പര് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫലസ്തീനിലെ കുട്ടികൾ ഭയങ്കര ഹൊറിഫിക്കായ രീതിയിൽ ഭയങ്കര എന്താ പറയുക ഒരു നിലക്കും കണ്ടു വെക്കാൻ പറ്റാത്ത രീതിയിൽ കൊല്ലപ്പെടുന്നു. ഇത് പടച്ചോൻ കൊല്ലിക്കുക എന്നല്ല നമ്മൾ പറയുന്നത്. ഈ സംഭവത്തെ ഇവിടെ പോസിബിളാക്കി. ഇതിനൊരു ഇമ്പോസിബിലിറ്റി കൊടുത്തില്ല.
ഹോറിഫിക് സഫറിങ്ങുകൾക്ക് ഇമ്പോസിബിലിറ്റി കൊടുത്തില്ല. ഇത്രയും നേരം നമ്മൾ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിട്ടല്ലേ ഇത് പടച്ചോൻ കൊല്ലിക്കുകയാണെന്നുള്ളത്. പടച്ചോൻ അലോ ചെയ്യുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. നമ്മള് പടച്ചോൻ കൊല്ലിക്കുകയാണെന്നല്ല പറഞ്ഞു, പടച്ചോൻ അത് അലോ ചെയ്യുന്നു, പോസിബിൾ ആക്കി. ഇനിയിപ്പോ സമത ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, പടച്ചോൻ തന്നെയാണ് കൊല്ലിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ വിശ്വസിക്കുകയാണ് പടച്ചോനാണ് കോസ്, അൾട്ടിമേറ്റ് കോസ് പടച്ചോനാണ് എല്ലാത്തിൻ്റെ എന്ന് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് പടച്ചോനല്ലേ ഇതിന്റെ സോൾ ഉത്തരവാദിത്വം. ഒരു 3 സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഒന്നിൽ ഇങ്ങനെയാണ്, ഒന്നിൽ അങ്ങനെയാണ്, ഒന്നിൽ അങ്ങനെയല്ല. പടച്ചോനത് അറിയാൻ പോലും അങ്ങനെ പറഞ്ഞു ഒഴിവാവുക എന്നുള്ളതാണ് ആകെ പറ്റുള്ളൂ. കാരണം ഓക്കെ, നിങ്ങൾ പലയിടത്തായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പടച്ചോൻ എന്നുള്ളത് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് കോസാണ് എന്നുള്ളത്. അപ്പോൾ ഞാനൊരാളെ കൊല്ലുക, അല്ലെങ്കിൽ ഇസ്രായേലിലുള്ളവർ ഫലസ്തീൻ കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ് ഫലസ്തീന് അല്ല ഇസ്രായേലുകാർ. അതിൻ്റെ കോസ് എന്താ, അങ്ങനെ പോയി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് കോസ് ആരാണ്? പടച്ചോനാണോ? അല്ലേ? ആണെന്നുണ്ടെങ്കിൽ പടച്ചോനാണ് കൊല്ലിക്കണത്, അത്രേ ഉള്ളൂ. നമ്മളെ പ്രോബ്ലം ഫീൽഡിന്റെ ഫോക്കസ് ഇതൊന്നും അല്ലാട്ടെ. ഇതൊക്കെ ടോട്ടലി നിങ്ങൾ മറ്റേ വള്ളിട്ടിറങ്ങുന്നതാ, എന്താ ആവശ്യമില്ലാത്ത വള്ളി പിടിക്കണതാണ്. എന്താ പ്രശ്നം, ഈ ഹോറിഫിക് സഫറിങ്, അതായത് വളരെ ക്രൂരമായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു കുട്ടീനെ ബലാത്സംഗം, ഞാൻ ഒരാളെ കുത്തിന്നുള്ളിന്നൊന്നും അല്ല പറഞ്ഞത്. കുട്ടീനെ ഇതെന്താ വെച്ചാൽ കുത്തലും നുള്ളലും പ്രശ്നമല്ലാത്തതുകൊണ്ടല്ല, കുത്തലും നുള്ളലിനെക്കാട്ടിലും വലിയ തിന്മയാണ് ഹോറിഫിക് സഫറിങ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേഡ് ചെയ്യാം. ഓക്കെ, കുത്തലും നുള്ളലും എനിക്ക് ഓക്കെയാണ്, പക്ഷേ ഹോറിഫിക് സഫറിങ് എനിക്ക് ഓക്കെ അല്ല. അങ്ങനത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് എന്താ ഈ ഒരു എക്സാമ്പിൾ സെപ്പറേറ്റ് ആയി പറയുന്നത്, ഹോറിഫിക് സഫറിങ്ങിനെ സെപ്പറേറ്റ് ആയി പറയുന്നത്. ഒരു ആലോചിച്ച് നോക്കുക, ഒരു ലോകം, ഈ ലോകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ലോകമാണ്. ഈ ഒരു എന്താ 50 കിലോ പൊക്കൽ ഇമ്പോസിബിളാണ്. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ദൈവം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു കുട്ടീനെ ദിവസങ്ങളോളം പീഡിപ്പിച്ച് കൊല്ലൽ പോസിബിളാണ്. ഇത് ഇമ്പോസിബിളാണ്, ഇത് പോസിബിളാണ്. അങ്ങനത്തെ ഒരു ലോകമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു വെറൈറ്റി ലോകമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രീ വില്ലില്ല? അപ്പോൾ 30 കിലോ പൊക്കാൻ അവിടെ ഫ്രീ വില്ലിൻ്റെ പ്രശ്നമല്ല. പക്ഷേ കുട്ടീനെ ബലാത്സംഗം ചെയ്യുന്നത്, അത് ദിവസങ്ങളോളം ബലാത്സംഗം ചെയ്യുന്നതിന് അവിടെ ഫ്രീ വില്ല് പ്രശ്നമാണ്. ഇതാണ് എന്ന് നമ്മൾ പറയുന്ന പ്രശ്നം. അല്ലാണ്ട് ഇവിടെ ഒരു ഫ്രീസ് ആവുന്നല്ല, ഒരു സിംഗിൾ പ്രോബ്ലം അല്ല. ഇത് ഐസൊലേറ്റ് ചെയ്ത് പറയല്ല കേട്ടോ, ഇത് എല്ലാ കേസിലും ഇട്ടിട്ട് പറയാണ്. കുട്ടീനെ കൊല്ലാനേ പറ്റില്ല, ഇമ്പോസിബിൾ ആണ്. അങ്ങനെ എടുത്തോ, പീഡിപ്പിച്ച് കൊല്ലാനേ പറ്റില്ല. ടോട്ടാലിറ്റി എടുത്തിട്ടാണ് പറയണത്, ഒരു സിറ്റുവേഷൻ ഐസൊലേറ്റ് ചെയ്യുന്നില്ല. എന്ത് ഗ്രേറ്റർ ഗുഡാണോ ഇവർ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ആ ഗ്രേറ്റർ ഗുഡ് അച്ചീവ് ചെയ്യാൻ ഇപ്പോൾ ഇവർ പറയുന്ന ഡിപ്പെൻസ്. ഇപ്പോൾ ഒരാൾ പറയാണ് എന്താ ഓക്കെ ബിരിയാണി കഴിക്കലാണ് ഗ്രേറ്റർ ഗുഡ്, കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നതിനെക്കാട്ടിലും ഗ്രേറ്റർ ഗുഡാണ് ബിരിയാണി കഴിക്കൽ. അപ്പോൾ ഒരു കുട്ടീനെ ബലാത്സംഗം ചെയ്താലേ ബിരിയാണി കഴിക്കാൻ പറ്റൂ, കുട്ടീനെ ബലാത്സംഗം ചെയ്താൽ ബിരിയാണി കഴിക്കാൻ പറ്റും, വേറൊരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടീനെ ബലാത്സംഗം ചെയ്യൽ സംഭവിക്കുമല്ലോ, കാരണം ബിരിയാണി കഴിക്കണം. ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ ഗ്രേറ്റർ ഗുഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കിയ സാധനം ഒരു കാരണം വെച്ചാലും ഗ്രേറ്റർ ഗുഡ് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബേസിക്കലി ചോദിക്കണത് അങ്ങനെയാണ് ബിരിയാണി കഴിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ കഴിക്കണത്? കഴിക്കണ്ട. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾ എവിടെ എത്താൻ പോണില്ല. പിന്നെ ഈ ഒരു കേസിൽ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ആവണില്ല. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്ന കേസ് ഉണ്ട്, പല കേസുകളും നമുക്ക് പറയാൻ പറ്റും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. പക്ഷെ ദൈവമായതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടാണ്, കാരണം ദൈവത്തിന് ഭയങ്കര പവർ ഉള്ളതുകൊണ്ട് നമുക്ക് അൾട്ടർനേറ്റ് ഓപ്ഷൻസ് കുറേ ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോ ഞാൻ അന്ന് പറഞ്ഞ തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവര് ഈ ആർഗ്യുമെന്റ് ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ ഞങ്ങളെ ദൈവം ഒരു കഴിവില്ലാത്തവനാണ്, ഞങ്ങളെ ദൈവത്തിന് ഇത്രയൊക്കെ പറ്റുന്നില്ല. കണ്ടീഷൻ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് എന്താ സമറൈസ് ചെയ്യാം. ഇത് എന്താ കുറെ നമ്മൾ റിയാക്ഷൻ ആയതുകൊണ്ട് പോയിന്റ് ഇട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഇടയ്ക്ക് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്രയും നേരം ഇപ്പോൾ ഹോറിഫിക് സഫറിങ്ങിന്റെ കേസിൽ ഇവരെ പോയിന്റ് ഇത്രയും നേരം പറഞ്ഞതിന്റെ ഇവരെ സമ്മറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോറിഫിക് സഫർ ഈ വലിയ നന്മ ഉണ്ടാവാൻ, ഈ ഇപ്പോഴുള്ള ഈ ഒരു കണ്ടീഷൻ ഭയങ്കര വലിയ നന്മയാണ്, അതുണ്ടാവാൻ ഹോറിഫിക് സഫറിങ് നിർബന്ധമാണ്. അപ്പോൾ അതിന് നമ്മൾ ഒബ്ജക്ഷൻ ആയിട്ട് പറഞ്ഞത് എന്താണ് ഈ വലിയ നന്മ ഉള്ളത്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം ഈ ഫ്രീ വിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു, അപ്പോൾ എന്താണ് ഫ്രീ വിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒബ്ജക്ഷൻ, അവിടെയാണ് പ്രോബ്ലം കിടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നല്ല നന്മ? അപ്പോൾ അതിന് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ രണ്ട് ലോകം കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹോറിഫിക് സഫറിങ് ഇല്ലാത്തൊരു ലോകം എടുക്കുക, അതുപോലെ തന്നെ ഹോറിഫിക് സഫറിങ് ഇല്ലെങ്കിൽ എന്തൊക്കെ അവിടെ നഷ്ടം വരും. ഹോറിഫിക് സഫറിങ് ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താ ഇപ്പോൾ ഒരു 10 ആൾക്കാർക്ക് ചെറിയ സങ്കടം വരുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് ലോകം എടുത്ത് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുക, ഒരു ലോകത്ത് ഹോറിഫിക് സഫറിങ് ഇല്ല, ഹോറിഫിക് സഫറിങ് ഇല്ല എന്ന് പറയുമ്പോൾ അത് കാരണം നഷ്ടപ്പെടുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. ഹോറിഫിക് സഫറിങ് ഉണ്ടാവാത്തൊരു ലോകത്ത് ചിലപ്പോൾ ഒരു ഗോവിന്ദചാമിക്ക് ഒരു സൗമ്യനെ പീഡിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ അത് ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കില്ല, ചിലപ്പോൾ ആ ലോകത്ത് ഒരു തരത്തിലുള്ള ഹോറിഫിക് സഫറിങ്ങും അവർക്ക് ചിലപ്പോൾ ഫിസിക്കലി പോസിബിൾ ആയിരിക്കില്ല, അങ്ങനത്തെ ആഗ്രഹങ്ങളെ അവർക്ക് വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകം എടുക്കുക. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ലോകം എടുക്കുക. ഇപ്പോൾ ഹോറിഫിക് സഫറിങ് ഉണ്ട്, ആളുകൾ പീഡിപ്പിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കുട്ടികൾ ഹിസ്റ്റോറിക്കലി പീഡിപ്പിച്ചിട്ടുണ്ട്.
ഇഷ്ടംപോലെ ക്രൂരതകൾ നടക്കുന്നുണ്ട്. അത് എന്താ മനുഷ്യന്മാർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ഒരുപാട് ഹൊറിഫിക് ആയിട്ടുള്ള സഫറിങ്ങൾ ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. പ്ലസ് പക്ഷേ എന്താ ഒരു ഗോവിന്ദച്ചാമിക്ക് ഇങ്ങനെ ഫ്രീഡം പീഡിപ്പിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പീഡിപ്പിക്കാൻ പറ്റും. അവിടെ ആൾക്ക് അതിന് എന്താ മൂഡ് വരാണ്ടിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നടക്കുന്നില്ല. എന്നിട്ട് ഈ രണ്ട് ലോകവും ടോട്ടാലിറ്റിയിൽ എടുത്ത് കമ്പയർ ചെയ്യുക, അതേ നടക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ എന്തിനാ മെനക്കേട്? നിങ്ങൾ എന്താ ഡിഫൻസ് പറ, ഞാനത് എന്ത് ചെയ്യുക? നിങ്ങൾ ഡിഫൻസ് പറഞ്ഞാൽ നമ്മളത് രണ്ട് ലോകം കമ്പയർ ചെയ്തിട്ട് ഡയറക്റ്റ് പറഞ്ഞുതരാം. കാരണം ഒരു പ്രശ്നം വന്നാൽ മതി. അതേപോലെ ഒരു കുട്ടിയെ രക്ഷിക്കാനുള്ള എക്സ്ട്രാ കൂലി, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുട്ടികളാരും മരിക്കാത്ത ഒരു ലോകമാണെങ്കിൽ അവിടെ സ്വാഭാവികം രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ അതിന് കൗണ്ടറായിട്ട് വന്നത് അത് രക്ഷിക്കാൻ എക്സ്ട്രാ കൂലി കൊടുത്താൽ മതിയല്ലോ, രക്ഷിക്കുന്ന ആളുകൾക്ക് എക്സ്ട്രാ കൂലി എന്നുള്ളത്. പിന്നെ അവിടെ വിഷയം എന്താ വെച്ചാൽ രക്ഷിക്കാതെ വരുമ്പോൾ പഠിച്ച ലാസ്റ്റ് രക്ഷിക്കുകയും ചെയ്യും. അവസാനം പഠിച്ച രക്ഷിക്കും പറയുന്നുണ്ട്. പഠിച്ചോനോ ആരെങ്കിലും രക്ഷിക്കട്ടെ. പക്ഷെ വിഷയം എന്താ വെച്ചാൽ ഇത് എക്സ്ട്രാ കൂലി കൊടുക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രയാവുമ്പം ഈ പറയുന്ന ഗുഡ് അവിടെ കിട്ടില്ല. കാരണം ഏതുപോലെ ഇപ്പം ഭയങ്കര റിച്വലിസ്റ്റിക് ആയി മാറും. ഒരു കുട്ടിയെ രക്ഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാവുന്ന ഈ പറയുന്ന ഗ്രേറ്റർ ഗുഡ് ഒക്കെ അച്ചീവ് ചെയ്യുന്നത് അവിടെ റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ടാണ്. സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. മറിച്ച് കുട്ടികൾ, ഒരു കുട്ടി തീയിൽപ്പെടുന്നു, ആ കുട്ടിയെ രക്ഷിക്കുക എന്ന് പറയുന്നത്, ആ കുട്ടിക്ക് ഒന്നും പറ്റൂല. രക്ഷിക്കുക എന്ന് പറയുന്നത് ഇവിടെ അതിനുവേണ്ടി എക്സ്ട്രാ കൂലി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ രക്ഷിക്കുക എന്നുള്ള പ്രവൃത്തി ഏതാണ്? ഇപ്പം ലൈക്ക് നമ്മളിപ്പം എന്നും രാവിലെ എണീച്ചിട്ട് ഒരാൾ പഠിച്ചോൻ പറയാണ്, എന്നും രാവിലെ എണീച്ചിട്ട് നിങ്ങൾ 100 പ്രാവശ്യം ചാടിയാൽ നിങ്ങൾക്ക് എക്സ്ട്രാ കൂലി കിട്ടും. ആസ് ഇഫ് റിച്വലിസ്റ്റിക് ഒന്നും ഭയങ്കര മോശം കാര്യം, റിച്വലിസ്റ്റിക് ആയിട്ട് നമ്മള് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. ലൈക്ക് സമൂഹത്തിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സമയം കളയാതെ. അതെ അതെ, റിച്വൽസ് ഒക്കെ ചെയ്യോ. ലൈക്ക് ഫൈനൈറ്റ് ലിമിറ്റഡ് ബീയിങ്സിന്റെ ചിന്തയെന്ന് വരുന്ന കാര്യങ്ങളാണ് ഈ റിച്വലിസ്റ്റിക് സാധനങ്ങൾ എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഒരു ബേസിക്കലി നിസ്കാരം ഒരു സ്ഥലം ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് അവൻ പീഡിപ്പിച്ചവനേക്കാളും മോശമാണ്, കൊന്നവനേക്കാളും മോശമാണ്. അപ്പൊ ഈ കൊല്ലുക, പീഡിപ്പിക്കുക, ഇതൊക്കെ ഭയങ്കര റിച്വലിസ്റ്റിക്. നിസ്കാരം റിച്വലിസ്റ്റിക് അല്ല. അപ്പോൾ ഇവിടെ എന്താ ഇനി കുറേ അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യമില്ല. നമ്മൾ പറഞ്ഞ ഓരോ ചെറിയ ആവശ്യമില്ലാത്ത ബിറ്റ്സ് എടുത്ത് പറയുന്നത്, പക്ഷേ അത് പ്രോബ്ലം ഓഫ് ഇവളുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ എന്താ സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പക്ഷേ എന്താ ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇപ്പോൾ ഷാനു പറയുന്നുണ്ട് ഹെഡോണിസ്റ്റിക് യൂട്ടിലിറ്റാരിയനിസം, അതായത് ഒരു സ്പെഷ്യൽ വേർഷൻ ഓഫ് യൂട്ടിലിറ്റാരിയൻസ്. യൂട്ടിലിറ്റാരിയൻസ് എന്ന് പറഞ്ഞാൽ പ്ലഷറാണ്, സന്തോഷമാണ് നന്മ, സഫറിങ് ആണ് തിന്മ എന്നുള്ള എന്താ ഇൻ എ നെറ്റ്ഷെൽ. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു വേർഷൻ എടുത്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ആർഗ്യുമെൻറ്റ്സ് വർക്കാവും എന്നുള്ളതാണ്. അപ്പോൾ ജനറലി ഇവിടെ ഒരു വേർഷനും നിങ്ങൾ എക്സ്പ്ലിസിറ്റായിട്ട് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജനറലി എന്താ ഒരു ഇപ്പോൾ നമ്മൾ കമ്പാരിസൺ ചെയ്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒരാൾ, ഞാൻ ഇത്രേ ചോദിക്കണുള്ളൂ, ഒരാൾ വിശ്വസിക്കുകയാണ്, ഒരാൾ പറയാണ് ഒരു ഫുൾ എന്താ സ്വർഗമായിട്ടുള്ളൊരു ലോകം വേണം. 2 ഓപ്ഷൻ നിനക്ക് തരാം. ഒന്ന് ഫുൾ സ്വർഗമായിട്ടുള്ള, അവിടെ എല്ലാവരും ഹാപ്പി ആയിരിക്കും, എല്ലാവരും മാക്സിമം പ്ലഷർ അനുഭവിക്കും, ഓൺലി പ്ലഷർ, നോ സഫറിങ്. ഇനി ആൾട്ടർനേറ്റ് ആയിട്ട് എന്താ നമ്മുടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ക്രൂരമായിട്ടുള്ള പീഡനങ്ങളുണ്ട്, ഇവിടെ ഇമ്മൻസ് എമൗണ്ട് ഓഫ് സഫറിങ് ഉണ്ട്, ഒരു ലോഡ് ടോർച്ചർ ഒരുപാട് ജീവികൾ കുറേ കാലത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾ സ്വർഗം എന്തൊക്കെ എടുത്തോ, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ എന്താ അതിന് ശേഷം എല്ലാവരും ഹാപ്പി ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഭയങ്കര ക്രൂരമായിട്ടുള്ള സഫറിങ്ങും പല രീതിയിൽ പല സ്കെയിലിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ലോകം വേണം, ഏത് ലോകമായിരിക്കും നല്ലത് എന്നുള്ളത് ഒരാളോട് ചോദിക്കുകയാണ്. ഇയാൾ പറയണം ഓക്കെ ഈ ഫസ്റ്റ് ലോകമായിരിക്കും നല്ലത്. ഇയാൾക്ക് ലൈക്ക് യൂട്ടിലിറ്റാരിയൻസിൻ്റെ സ്പെസിഫിക്സ് ഇതൊന്നും അറിയണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു തിയറി അവിടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം, അവിടെ ഞാൻ വന്നിട്ട് യൂട്ടിലിറ്റാരിയനിസം എന്താ ഹെഡനിസ്റ്റിക് യൂട്ടിലിറ്റാരിയനിസം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ, ഈ ഒരു എന്താ സഫറിങ് ഇല്ലാത്ത നന്മ മാത്രമുള്ളൊരു ലോകമായിരുന്നു നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാനൊരു സ്ട്രോങ് റീസണാണിത്. അത്ര ആ ഒരു പോയിന്റ് കിട്ടിയത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്താ കാര്യങ്ങൾ നോക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറയണത് ഈ ഒരു സംഭവം എടുക്കാൻ യൂട്ടിലിറ്റാരിയൻസ് ഞാൻ ഇവിടെ ബേസ് തൊട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈവൻ ദോ എന്താ ഞാൻ സിമ്പതറ്റിക് യൂട്ടിലിറ്റാരിയൻസ് ആണ്, അത് മേ ബി എന്താ വേറെ വീഡിയോയിൽ ചെയ്യാം. പക്ഷേ എന്താ ഇൻ ദ നെറ്റ്ഷെൽ അതാണ്. അപ്പോൾ ബേസിക്കലി വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതിലേതെങ്കിലും പോയിന്റ് സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യാം. നിങ്ങൾ അൺമാസ്കിങ് എത്തീസത്തിൻ്റെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ അവർ തന്ന കൗണ്ടറിന് ഞങ്ങൾ സ്പെസിഫിക് ആയിട്ട് ആ ഒരു എക്സാമ്പിളിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. കാരണം അവരാ ഒരു റെസ്പോൺസ് വീഡിയോ ലൈക്ക് 1 hour ഉണ്ട്. അതിൽ തുടക്കത്തിൽ അവർ തുടങ്ങിയത് അവർ പ്രോബ്ലം ഓഫ് വ്യൂവിൽ അവർക്ക് എല്ലാ വെർഷനും ഒന്നും റെഫ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല.
അപ്പോൾ ആകെ ഞങ്ങൾക്ക് പറയാൻ പറ്റിയത് റോസിൻ്റെ ഒരു വാലിഡായ ആർഗ്യുമെൻ്റ് ഇൻവാലിഡ് ആണെന്നാണ്. അങ്ങനെ അപ്പോൾ ഒരു വാലിഡായ ആർഗ്യുമെൻറ്റിനെ ബേസിക്കലി ഇൻവാലിഡ് ആക്കിയിട്ടാണ് അവർ ഈ ഫുൾ വീഡിയോ തുടങ്ങിയുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവർ ലൈക്ക് ബർഡൻ ഓഫ് പ്രൂഫ് ബേസിക്കലി വിശ്വാസികൾക്ക് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒളിച്ചോടാൻ നോക്കി. അപ്പോൾ അതാണ് രണ്ടാമത് അഡ്രസ്സ് ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞ ഓരോ സ്പെസിഫിക് എക്സാമ്പിൾസ് എടുത്തെടുത്തിട്ട് അതിന് ഓരോ മറുപടി പറയുകയും ചെയ്തത്. അതെ, അത് ഓരോ എക്സാമ്പിൾ ഇൻഡിവിജ്വൽ ആക്കി എടുത്തില്ല, നമ്മൾ ജനറൽ ആക്കി പറയുക ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം, നമുക്ക് ഈ എക്സസൈസ് ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യേണ്ട താല്പര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചെയ്താൽ മതി. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ അപ് ടു യുവർ ഇമാജിനേഷൻ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാരലൽ സെനാരിയോസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഈ അൺമാസ്കിങ് എത്തീസം വീഡിയോ കഴിഞ്ഞപ്പോൾ നമ്മളെ മെമ്പേഴ്സ് ഓൺലി ചാനലിലൊക്കെ ഒരുപാട് ആൾക്കാർ എന്താ ഇഷ്ടംപോലെ സിനാരിയോസ് ഇങ്ങനെ ഇട്ടാൽ പോരെ ദൈവത്തിന് എന്താ പ്രശ്നം? അതേ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും വന്നിട്ട് വീഡിയോയിൽ ഓരോ സിനാരിയോസ് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല, നിങ്ങൾ ജനറലി ഇത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. റിച്വലിസ്റ്റിക് ആയിട്ട് വൈൻഡപ്പ് ചെയ്യണോ? അല്ല, റിച്വലിസ്റ്റിക് ആയതുകൊണ്ട് ചെയ്യരുത്, നമുക്ക് അതിൽ ഉപകാരമുള്ള രീതിയിൽ ചെയ്യാം. ഉപകാരമുള്ള രീതിയിൽ ചെയ്യാം.